നമസ്കാരം. അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഓപ്പറേഷൻ സിന്ദൂര് അത് കഴിഞ്ഞു. നമ്മുടെ അമ്മമാരുടെയും പെണ്ണന്മാരുടെയും സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരർക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടി അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇത്രയും വ്യക്തതയുള്ള, ഇത്രയും പ്രതീകാത്മകമായ ഒരു പേര് ഒരു സൈനിക ഓപ്പറേഷന് കൊടുക്കുവാൻ പറ്റുമോ? അതുപോലെ തന്നെ അതിലെ ആ സിന്ദൂരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഓയുടെ സ്ഥാനത്ത് ഒരു സിന്ദൂരച്ചപ്പ്, അടുത്ത ഓയിൽ പടർന്നുപോയ സിന്ദൂരം. ആ പേരിട്ടത് പ്രധാനമന്ത്രി തന്നെയാണ് എന്നാണ് അറിഞ്ഞത്. എന്തായാലും നന്നായി. ഇത്രയും ഭംഗിയായി നടത്തിയ ഒരു ഓപ്പറേഷനും നമ്മൾ കണ്ടിട്ടില്ല. 7-ാം തീയതി രാജ്യമെമ്പാടും മോക്ക് ഡ്രിൽ നടത്തുവാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. അതിനനുസരിച്ചുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു പ്രസ് റിലീസും വന്നു. കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ഔട്ട് ആക്ഷൻ പ്ലാൻ വീഡിയോയും ആ പ്രസ് റിലീസും ഞാൻ വാട്സാപ്പിൽ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തുമിരുന്നു. 1971 അവസാനമായി നമ്മൾ ഒരു മോക്ക് ഡ്രിൽ കണ്ടത്. മോക്ക് ഡ്രിൽ ഓർമ്മയില്ലെങ്കിലും ഇന്ത്യ പാക് യുദ്ധം എന്ന ഒരു ചെറിയ ഓർമ്മ എനിക്കുമുണ്ട്. എന്നാൽ ശരി, എന്താണ് മോക്ക് ഡ്രിൽ എന്നറിയാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. പക്ഷെ നേരം വെളുത്തപ്പോഴാണ് ഇടിവെട്ട് വാർത്ത വരുന്നത്. പാകിസ്ഥാൻ ഭീകരരുടെ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ രാത്രി തന്നെ കയറി അടിച്ചു. ഒരു മോക്ക് ഡ്രില്ലും കഴിഞ്ഞ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ നമ്മൾ സാധാരണ ജനങ്ങൾ നോക്കിയിരിക്കും. അതാണ് സാധാരണ സംഭവിക്കുക. അങ്ങനെ തന്നെ പാകിസ്ഥാനും വിശ്വസിച്ചു. ആ സമയം രാത്രി തന്നെ കയറി അടിച്ച നമ്മുടെ സൈനിക ബുദ്ധി കേന്ദ്രങ്ങളെ സമ്മതിക്കണം. തീർച്ചയായും പ്രധാനമന്ത്രിയുടെയും അജിത് ഡോവലിന്റെയും എല്ലാം ഇക്കാര്യത്തിലുള്ള ഇടപെടൽ വളരെ വലുത് തന്നെയാണ്. ഞാൻ പറയുവാൻ വന്നത് ഇത് മാത്രമല്ല. ഇന്നലെ നമ്മുടെ സൈനിക നടപടികൾ വിശദീകരിക്കുവാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയോടൊപ്പം നിയോഗിക്കപ്പെട്ടത് 2 വനിതകളെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെയോ ചീഫ് ഓഫ് എയർ സ്റ്റാഫിനെയോ നിയോഗിക്കാതെ ഇന്ത്യൻ സൈനിക നിരയിലെ 2 വനിതാ രത്നങ്ങളെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും ഈ ഒരു ചുമതല ഏൽപ്പിച്ചത്? വെറുതെ ഒന്നുമല്ല അവരെ ഈ ഒരു ജോലി ഏൽപ്പിച്ചത്. തീർച്ചയായും നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞ് ഭീകരർക്ക് മറുപടി കൊടുക്കേണ്ടത് സ്ത്രീകൾ തന്നെ ആയിരിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യമാണ് നമ്മുടെ സർക്കാരിനെ അതിനെ പ്രേരിപ്പിച്ചത്. യാതൊരു സംശയവുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട അതേ ബുദ്ധി തന്നെയാണ് ഇവിടെയും പ്രവർത്തിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾ ഒന്നിലും പിറകിലല്ല എന്ന ഒരു സന്ദേശം കൂടി നമ്മൾ പാകിസ്ഥാനെ പോലെ ഒരു റോബ് നേഷന് കൊടുക്കുന്നു. പാകിസ്ഥാൻ അവർക്ക് നേരെ ഉണ്ടായി എന്ന് അവർ പറയുന്ന ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ 2 2 സ്റ്റാർ ജനറൽമാരെയാണ് ചുമതല ഏൽപ്പിച്ചതെങ്കിൽ ഇന്ത്യ താരതമ്യേന വളരെ ജൂനിയറായ 2 ഡിഫൻസ് ഓഫീസർമാരെയാണ് 2 വനിതാ ഡിഫൻസ് ഓഫീസർമാരെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 2 നേഷൻ തിയറിക്ക് മുഖം നോക്കി കൊടുക്കുന്ന ചുട്ട മറുപടിയാണ് ഈ 2 വനിതകളെ ഈ ദൗത്യം ഏൽപ്പിച്ചതിലൂടെ ഭാരതം ചെയ്തത്. ഏപ്രിൽ 16-ാം തീയതി പാകിസ്ഥാൻ ആർമിയുടെ ചീഫ് അസീം മുനീർ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്നായിരുന്നു ആ വിവാദ പ്രസ്താവന. മാത്രമല്ല, കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ ജുഗുലാർ വെയിൻ ആണെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. ഈ പ്രസ്താവനകൾക്കുള്ള അതിശക്തമായ മറുപടിയാണ് ഇന്നലെ ഇന്ത്യ ഈ ബ്രീഫിംഗ് നടത്തുവാൻ കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും അയച്ചതിലൂടെ കൊടുത്തത്. ഇന്നലെ ഈ ബ്രീഫിംഗ് നടത്തുന്നതിന് മുൻപ് സാഹചര്യങ്ങൾ വിശദീകരിച്ചത് വിദേശകാര്യ സെക്രട്ടറി ശ്രീ വിക്രം മിസ്രിയാണ്. ആരാണ് ശ്രീ വിക്രം മിസ്രി എന്നുകൂടി അറിയുമ്പോഴാണ് ഇന്നലത്തെ ഇന്ത്യയുടെ ഈ വിശദീകരണ പത്ര സമ്മേളനത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകും. 1989 ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേർന്ന ശ്രീ വിക്രം മിസ്രി ഇന്ത്യയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായും ചൈനയിലെ അംബാസഡറായും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ട്വിസ്റ്റ് അവിടെയല്ല, അദ്ദേഹം ശ്രീനഗറിൽ ജനിച്ച ഒരു കാശ്മീരി പണ്ഡിറ്റാണ്. ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ആരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും? കേണൽ സോഫിയ ഖുറേഷി നമ്മുടെ കരസേനയുടെ മൾട്ടി നാഷണൽ എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ള നേതൃമികവ് തെളിയിച്ചിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥയാണ്. ഇന്ത്യൻ ആർമിയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിൽ ഒരു ഓഫീസറായ ശ്രീമതി കേണൽ സോഫിയ ഖുറേഷി ഫോഴ്സ് 18-ൽ ഇന്ത്യൻ ആർമി കണ്ടിൻജന്റിനെ നയിക്കുന്ന ആദ്യ വനിതയാണ്. 18+ ആസിയാൻ രാജ്യങ്ങളുടെ ഒരു മൾട്ടി നാഷണൽ ഫീൽഡ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഫോഴ്സ് 18. ഇത്രയും രാജ്യങ്ങൾ പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുത്ത ഏക വനിതാ കമാൻഡർ ആയിരുന്നു കേണൽ സോഫിയ ഖുറേഷി.
യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ശ്രീമതി ഖുറേഷി. ജനനം ഗുജറാത്തിലെ വഡോദരയിൽ. ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ഭർത്താവ് മെക്കനൈസ്ഡ് ഇൻഫൻട്രിയിലെ മേജർ താജുദ്ദീൻ ഖുറേഷി. ആരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്? വ്യോമിക എന്ന പേര്, അവരുടെ ആ പേര് പോലും യാദൃശ്ചികമല്ല. വ്യോമിക എന്നാൽ ആകാശത്ത് ജീവിക്കുന്നവൾ എന്നാണ് അർത്ഥം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തങ്ങളുടെ പേരിന്റെ അർത്ഥം കുട്ടികൾ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വന്തം പേരിന്റെ അർത്ഥം അറിഞ്ഞ വ്യോമികയുടെ ഉള്ളിൽ അത് ശക്തമായി പതിഞ്ഞു. അവരുടെ ടീച്ചറും ആ അർത്ഥം വിശദീകരിച്ച് അതിനെ ഒരു ഫലിതം എന്ന മട്ടിൽ തള്ളിക്കളഞ്ഞപ്പോഴും അവിടെ നിന്നും കിട്ടിയ ആ ഇൻസ്പിറേഷനാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ വ്യോമികയെ ഒരു പൈലറ്റ് ആക്കിയത്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഡെക്കറേറ്റഡ് ഹെലികോപ്റ്റർ പൈലറ്റാണ് ശ്രീമതി വ്യോമിക സിംഗ്. ചെറുപ്പം മുതലേ ആകാശത്ത് പറക്കുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം. 2019 ബിടെക് ബിരുദധാരിണിയായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന് ഇന്ത്യൻ എയർഫോഴ്സിൽ പെർമനന്റ് കമ്മീഷൻ ലഭിക്കുന്നത്. ഒന്നിലേറെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് നയിച്ചിട്ടുണ്ട് അവർ. 2020 അരുണാചലിൽ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻ ഉൾപ്പെടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പല ഓപ്പറേഷൻസും നടത്തിയിട്ടുണ്ട്. 2500 മണിക്കൂറിലേറെയാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. രാജ്യത്തിന് തന്നെ അഭിമാനിക്കാം ഈ വനിതാ രത്നങ്ങളെ ഓർത്ത്. നാരീശക്തി എന്നത് വെറും കടലാസിൽ എഴുതുന്ന വാചകങ്ങളല്ല, ഇതാണ് നാരീശക്തി എന്ന് ഭാരതം ലോകത്തോട് ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട ആ ബ്രീഫിംഗ്. യുദ്ധമുണ്ടാകുമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പാകിസ്ഥാനെ നമ്മൾ ചെറുതായി കാണരുത്. ശത്രുവിനെ ഒരിക്കലും നിസ്സാരമായും കാണരുത്. ചൈനയെയും പാകിസ്ഥാനെയും ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു യുദ്ധമുണ്ടായാൽ യഥാർത്ഥത്തിൽ അത് നമുക്കായിരിക്കും നഷ്ടം കൂടുതലുണ്ടാക്കുക. കാരണം പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.